എന്താ അത്? ക്ലോക്ക് ആണോ? ഓ, ഇതെന്താ വാവയുടെ എന്താ? എന്താ അത്? എട്ടുകാലി. ഓ, ഇതെന്താ? എന്താ അത്? ഹായ് ഹായ്, എന്താ പറയാനുള്ളത്? ഓക്കെ, എന്താ ചെയ്യുന്നത്? എന്താ പറയാനുള്ളത്? എന്തൊക്കെയാ ഇതൊന്ന് പറഞ്ഞു തന്നെ. എന്തൊക്കെയാ? എന്താ ഇത്? ആ, സീസൺസ് അല്ലേ? ഓ, ഏതൊക്കെ സീസൺസാ ഉള്ളേ? സ്പ്രിംഗ്, സമ്മർ, വിന്റർ ആൻഡ് മൺസൂൺ. വെരി ഗുഡ്. ഹായ്, എന്താ അത്? സോറി, വാട്ടർ സൈക്കിൾ. എന്താ ഇത്? റോ ഫുഡ് ഒക്കെയാണോ? ഏതൊക്കെയാ റോ ഫുഡ്? ഇത് ഗോ ഫുഡ്, അത് ഗ്ലോ ഫുഡ്, പിന്നെ ഗ്രോ ഫുഡ്, പിന്നെന്താ? ജങ്ക് ഫുഡ്. വെരി ഗുഡ്. ഹായ്, എന്തൊക്കെയാ ഇത്? നമസ്കാരം. ഇത് നമ്മുടെ നീരവ് പഠിക്കുന്ന സ്കൂളിലെ KG സെക്ഷനിലെ കൊച്ചു മക്കൾ ഓർഗനൈസ് ചെയ്ത ഒരു എക്സിബിഷനാണ്. ഈ എക്സിബിഷൻ്റെ പേരാണ് FLN എക്സിബിഷൻ എന്നായിരുന്നു. അതായത് ഈ KGയിൽ നീരവ് UKG തുടങ്ങി ഇപ്പം ഒരു അക്കാഡമിക് ഇയർ തീരാറായല്ലോ. ഈ സമയം വരെ ഈ കുട്ടികളെ കൊണ്ട് ഇവർ ഓരോ ആക്ടിവിറ്റീസും ചെയ്യിക്കുമായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഓരോ സാധനങ്ങൾ കൊടുത്തുവിടായിരുന്നു. അങ്ങനെ ഓരോ ആക്ടിവിറ്റീസിലും അവരുണ്ടാക്കിയ കുറേ സാധനങ്ങൾ. അതുകൂടാതെ നീരവ് ഇപ്പോൾ സഹോദയയിൽ പോയപ്പോൾ പെർഫോം ചെയ്ത സ്റ്റോറിയിൽ, മലയാളം സ്റ്റോറി, അവൻ ഒരു പ്ലക്കാർഡ്സൊക്കെ ആയിട്ട് ഒരു തീമൊക്കെ വെച്ച് അവൻ പെർഫോം ചെയ്തു. അങ്ങനെ ഓരോ കുഞ്ഞുങ്ങൾക്കും ഈ ടീച്ചേഴ്സ് ഓരോ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ പേരൻസ് വളരെ മനോഹരമായിട്ട് ഈ കുഞ്ഞുങ്ങൾ അന്നത്തെ ദിവസം അത് അവതരിപ്പിച്ചു. എനിക്ക് തോന്നുന്നു KG സെക്ഷനിലെ 99% കുട്ടികൾ ഓരോ ടാസ്കുമായിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, ഇവർക്ക് ഇത്രയും കോൺഫിഡൻസ് കൊടുത്തത് വേറെ ആരുമല്ല, അവരുടെ ടീച്ചേഴ്സാണ്. എനിക്ക് നീരവ് ഈ UKGയിൽ പഠിക്കാൻ തുടങ്ങി തുടക്കം മുതൽ ഇപ്പോൾ ഈ അക്കാഡമിക് ഇയർ തീരുമ്പോൾ വരെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്കൊട്ട് മനസ്സിലാവാത്തത് എങ്ങനെ ടീച്ചേഴ്സിന് ഇത്രയും പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഭയങ്കര എനർജറ്റിക്കാണ് ഇവരുടെ KG സെക്ഷനിലുള്ള ടീച്ചേഴ്സ്. ഓരോ കുഞ്ഞിനും എന്താണ് അവരുടെ കുറവെന്ന് മനസ്സിലാക്കി അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുത്ത് സ്നേഹത്തോടെയാണ് അവരുടെ അടുത്ത് ഇവർ സമീപിക്കുന്നത്. അപ്പോൾ അങ്ങനെ സമീപിക്കുമ്പോൾ ഉറപ്പായിട്ടും ആ കുഞ്ഞുങ്ങൾക്ക് ടീച്ചേഴ്സിനോടൊരു സ്നേഹവും ഒരു ആത്മാർത്ഥതയൊക്കെ തോന്നും. അങ്ങനെ ഒരു കുട്ടിയെപ്പോലും അവർ മാറ്റി നിർത്താതെ എല്ലാ കുഞ്ഞുങ്ങളെയും പരമാവധി സ്റ്റേജിൽ കൊണ്ടുവന്ന് ഓഡിയൻസിൻ്റെ മുന്നിൽ നിന്നും 2 വാക്ക് പറയിപ്പിക്കുക എന്നുള്ളതാണ് ഈ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. എന്തായാലും നീരവിനെ സംബന്ധിച്ച് അവരുടെ ആത്മവിശ്വാസം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. എനിക്കറിയില്ല അവന് UKG ചേർന്നിട്ട് അവൻ എത്രത്തോളം വേദികളിൽ അവൻ പ്രോഗ്രാം ചെയ്തു എന്നറിയാം. ശരിക്കും ഈ ടീച്ചേഴ്സാണ് അതിൻ്റെ പിന്നിൽ. പിന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടീച്ചേഴ്സും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇത്രയും സപ്പോർട്ട് കൊടുത്ത് ക്ഷമയോടുകൂടി ഓരോ കാര്യങ്ങൾക്കും അവരുടെ കൂടെ നിൽക്കുന്ന പാരൻസ്. എന്തായാലും ഈ പാരൻസിനെയും ഈ ടീച്ചേഴ്സിനെയും ഈ ഒരു അന്തരീക്ഷവും കണ്ടപ്പോൾ ശരിക്കും നമുക്ക് പറഞ്ഞറിയിക്കാത്ത ഒരു സന്തോഷമാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും
കാരണം തുടക്കം മുതലേ ഇവൻ്റെ ഒരു UKG ജേർണിയിൽ ഞങ്ങളെല്ലാവരും പാട്ടാണ്. ഇപ്പം ഞങ്ങളുടെ വീട്ടിലുള്ള ഞാനും ഹസ്ബൻഡും നീരവിൻ്റെ ചേട്ടൻ മാധവും അതുപോലെ തന്നെ അവരുടെ ഗ്രാൻഡ് മദർ എല്ലാവരും ഞങ്ങളെല്ലാവരും ഇവൻ്റെ ഓരോ ആക്ടിവിറ്റീസിൻ്റെയും പാട്ടാണ്. അതായത് കേരളപ്പിറവിയുടെ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആക്കിയും പിന്നെ സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. കേരളപ്പിറവിക്ക് നമ്മൾ ചിരട്ട കൊണ്ട് നമ്മൾ ഓരോരുത്തരെയും ഉണ്ടാക്കി, ചിരട്ട തവി ഉണ്ടാക്കി, ഭയങ്കര രസമായിരുന്നു. പിന്നെ ഈ കാണുന്ന സ്റ്റാർ കണ്ടോ, ഈ സ്റ്റാറിലെല്ലാം ആ നടുക്ക് വട്ടത്തിൽ ആ KGയിലുള്ള എല്ലാ കുട്ടികളുടെയും ഫോട്ടോ ഇവർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഓ ശരി ശരി ശരി. ഇതെല്ലാം പിള്ളേരുണ്ടാക്കിയതാണോ? ഓ ശരി 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 ശരി. ഇതിന്റെ ഉള്ളിലുള്ള ആനിമൽസ് എല്ലാം ഈ ക്രാഫ്റ്റ് വർക്ക് മൊത്തം അവർ ചെയ്തതല്ലേ? ഞങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തത് മാത്രം. ഇത് ശരിക്കും ആരുടെ ഈ ഒരു ഐഡിയ ഫുള്ള്? ഞങ്ങളെല്ലാം എല്ലാവരും കൂടിയിട്ടുണ്ട്. ഓ ശരി. ഇത് നീരവിന്റെ ക്ലാസ് ടീച്ചർ സ്മിത ടീച്ചർ. അക്ഷരം തെറ്റാതെ വിളിക്കാം അധ്യാപിക എന്ന്. പോസിറ്റിവിറ്റിയുടെ നിറകുടമാണ് ടീച്ചർ. ഒരു കാരണവച്ചാലും ഒരു കുട്ടിയെ പോലും മാറ്റി നിർത്താതെ എല്ലാ കുട്ടികൾക്കും കോൺഫിഡൻസ് കൊടുക്കുന്നതിന്റെ മെയിൻ ആളാണ്. ഓ ശരി ശരി ശരി. പിന്നെ ഉണ്ട് ഇതെല്ലാം അയ്യം ചെയ്തായിരുന്നു. അയ്യയുടെ ഹായ്. ഓക്കെ. ഓക്കെ വെരി ഗുഡ്. ക്ലേ ചെയ്തല്ലേ? ഓക്കെ ഓക്കെ. അമ്മ കണ്ടോ ക്ലേ വെച്ച് ചെയ്തോ? ഇങ്ങനെ ചെയ്യണം ക്ലേ വെച്ച് കേട്ടോ.